നമുക്കിപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മറ്റു തരത്തിലുള്ള ഒരു വസ്തുക്കളും നിലവിൽ ആവശ്യമായിട്ടില്ല. അത് പ്രത്യേകിച്ചും അവിടെ നിന്ന് തന്നെ നമുക്ക് സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മറ്റ് സഹായങ്ങളും അവിടെ തന്നെ ലഭ്യമാണ്. ഒരു വലിയൊരു പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് നമ്മുടെ മലയാളികളുടെ പൊതുവായ ഒരു രീതി ഇത്തരം കാര്യങ്ങളിലെല്ലാം നമുക്ക് പരമാവധി സഹായിക്കുക, ഒന്നിച്ചു നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ പലയിടങ്ങളിലും അത്തരം മനസ്സോടുകൂടി തന്നെ വാഹനങ്ങളെടുത്ത് അവിടേക്ക് എത്തുമ്പോൾ ഇന്ന് രാത്രി തന്നെ ഗതാഗത പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ അവിടെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കേണ്ട നിർബന്ധമായ കാര്യങ്ങൾക്ക് പല തടസ്സങ്ങളും സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും വാഹനങ്ങളിൽ ഇത്തരം കാര്യങ്ങളുമായിട്ട് അങ്ങോട്ട് ആരും തന്നെ പോകേണ്ടതില്ല. അങ്ങനെ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്ന രക്ഷാപ്രവർത്തനങ്ങളും മനുഷ്യജീവൻ രക്ഷപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളെയും അവരറിയാതെ തന്നെ തടസ്സപ്പെടുത്തുകയായിരിക്കും. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ആരും തന്നെ ഇടപെടേണ്ടതില്ല. ഇപ്പോൾ കൊച്ചിയിൽ തന്നെ നമുക്കറിയാം, ഈ റീജിയണൽ സ്പോർട്സ് സെൻറ്ററിൽ ഏത് ദുരന്തം നാട്ടിലുണ്ടായാലും അപ്പം തന്നെ എറണാകുളത്തിൻ്റെ പൊതുവെ മലയാളിക്കൊപ്പം തന്നെ നമ്മുടെ നാടും നല്ല രീതിയിൽ തന്നെ കാര്യങ്ങളിൽ സഹായിക്കാറുണ്ട്. ഇപ്പോൾ അത്തരത്തിലുള്ള മെറ്റീരിയലുകൾ അധികം തന്നെ നമുക്ക് കളക്ഷൻ നടത്തേണ്ടതില്ല എന്ന് തന്നെയാണ് കണ്ടത്. എന്തെങ്കിലും വാങ്ങി വച്ചിട്ടുള്ള ആളുകൾ കൊടുക്കാൻ വേണ്ടി വച്ചിട്ടുള്ളതുണ്ടെങ്കിൽ മാത്രം ശേഖരിക്കുക. അതിന് വേണ്ടി ഒരു ക്യാമ്പയിൻ്റെ ആവശ്യമില്ല. കാരണം അത് നമുക്ക് ക്രമീകരിക്കാൻ കഴിയുന്നതാണ്. പ്രധാനമായിട്ടും നമുക്ക് വേണ്ടത് ഇനി വലിയൊരു ഉത്തരവാദിത്വം നാടാകെ ഏറ്റെടുക്കേണ്ടി വരും. ഇപ്പോഴത്തെ സന്ദർഭത്തിലും ഇതിൻ്റെ തുടർച്ചയിലും അതിനാവശ്യമായിട്ടുള്ള ഒരു കൈകോർക്കൽ നല്ല രീതിയിൽ ഉണ്ടാകേണ്ടതുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് 9 മന്ത്രിമാർ അവിടെ ക്യാമ്പ് ചെയ്ത് വയനാട്ടിലെ പ്രവർത്തനങ്ങൾ, രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്ന് പലതരത്തിലുള്ള യോഗങ്ങൾ അവിടെ ചേരുന്നുണ്ട്. അപ്പോൾ എല്ലാ തരത്തിലും എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ്, പ്രതിപക്ഷവും അവിടെ തന്നെ നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട്. അപ്പോൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി, ജാതിമത ചിന്തകൾക്ക് അതീതമായി നമ്മുടെ നാട് ഒരേ മനസ്സോടുകൂടി ഇപ്പോൾ ഈ കാര്യത്തിൽ നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. അത് പ്രധാനമായിട്ടും നമുക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വഴിയാണ് ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ കമ്പനികൾ, സ്ഥാപനങ്ങൾ അവരുടെ CSR ഫണ്ട് പരമാവധി ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാൻ കഴിയണം. വ്യക്തികൾ ചെറിയ സംഭാവനയാണെങ്കിൽ പോലും അത് വലിയൊരു ദൗത്യം നമ്മൾ ഏറ്റെടുക്കേണ്ടതുണ്ട് എന്ന ധാരണയിൽ അവരുടെയും സംഭാവനകൾ, ഇപ്പോൾ ഇവിടെ പലരും ഇത്തരം കാര്യങ്ങൾ കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ ഇവിടെ പ്രോത്സാഹിപ്പിക്കുന്നത് QR കോഡ് ഉൾപ്പെടെ, അതുപോലെ മറ്റ് അക്കൗണ്ട് ട്രാൻസ്ഫർ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കഴിയാവുന്ന രൂപത്തിൽ, ഇപ്പോൾ 10 രൂപയെങ്കിൽ 10 രൂപ, 1000 രൂപയെങ്കിൽ 1000, അതിനപ്പുറത്താണെങ്കിൽ അതിനപ്പുറത്തേക്ക്. അപ്പോൾ അങ്ങനെയുള്ള സഹായങ്ങളാണ് പ്രധാനമായിട്ടും ഇപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. മറ്റത് നമുക്ക് കുറേ കാര്യങ്ങൾ ചിലപ്പോൾ വേസ്റ്റായി പോകുന്ന സാഹചര്യം ഉണ്ടാവും. പല ഘട്ടങ്ങളിലും നമ്മുടെ അനുഭവങ്ങളുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഇപ്പോൾ പ്രോത്സാഹിപ്പിക്കേണ്ടതില്ല. കോഴിക്കോടും അതുപോലെ ഇപ്പോൾ കണ്ണൂരൊക്കെ ആയിട്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ നമുക്ക് അവിടെ അടുത്ത് തന്നെ ആവശ്യമായ സാധനങ്ങൾ മാനേജ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അതാണ് ഇപ്പോൾ കണ്ടിട്ടുള്ള ഭാഗം.